ഓണം അങ്ങ് എത്തിയേട്ടാ. പണ്ടത്തെ ഓണത്തെ പറ്റിയൊക്കെ എനിക്ക് നല്ല ഓർമ്മകളാണുള്ളത്. പണ്ടൊക്കെ ഓണത്തിന് മുമ്പേ അമ്മ പാട്ടകളും പാത്രങ്ങളെല്ലാം തേച്ചെഴുതി വെയിലത്തിട്ട് ഉണക്കുമ്പോഴാണ് ഓണം അങ്ങ് എത്തിയെന്ന് ഞാൻ അറിയുന്നേട്ടാ. പിന്നെ വീട്ടിലാകെ ബഹളങ്ങളാണ്. പലഹാരങ്ങളൊക്കെ പൊരിച്ചമ്മ പാത്രത്തിലും പാട്ടയിലൊക്കെ ഇട്ട് അടച്ചു വെച്ച് കളയും. നമ്മളൊന്നും ചോദിച്ചാൽ തരൂല, കാരണം ഓണത്തിന് എടുക്കാനുള്ളതെന്ന് പറയും. അമ്മയ്ക്കറിയാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓണത്തിനെല്ലാം കാലിയായി കളയുന്നേട്ടാ. എന്നാലും അമ്മ കാണാതെ ഒന്നും രണ്ടും ഒക്കെ പറക്കി അടിച്ചു മാറ്റി തിന്ന് കളയും. ബാക്കിയെല്ലാം വെള്ളം ഇറക്കിക്കൊണ്ട് നോക്കിയിരുന്ന് കളയും കേട്ടാ. പണ്ടൊക്കെ നമുക്ക് വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് കേട്ടോ ഡ്രസ്സുകളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ഭയങ്കര സന്തോഷങ്ങളാണ്. ഇപ്പൊ പിന്നെ നമ്മൾ മാസത്തിൽ ഒന്നും രണ്ടും തവണയൊക്കെ ഡ്രസ്സുകൾ എടുക്കുന്നുണ്ട്. ആ തുള്ളിച്ചാട്ടമൊക്കെ അങ്ങ് നിന്ന് കേട്ടാ. ഓണത്തിന് ആരെങ്കിലും എനിക്ക് പൈസ തന്നാൽ ഞാൻ ആരോടും പറയില്ല. അതൊക്കെ ഞാൻ എടുത്ത് മുട്ടായി മേടിച്ച് തിന്നാളയാ കേട്ടാ. എല്ലാം കൊണ്ടും പണ്ടത്തെ ഓണം നല്ലൊരു ഓണമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഓണം എന്റെ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ നേരെ ഒരുങ്ങി കെട്ടി വീട്ടിലോട്ട് ചെല്ലും. അമ്മ അവിടെ സദ്യകളൊക്കെ ഉണ്ടാക്കി വെക്കും. അതൊക്കെ മൂക്കും മുട്ട തിന്നിട്ട് കയറി കിടന്ന് ഉറങ്ങി കളയും കേട്ടോ. പിന്നെ ഓണപരിപാടികളൊക്കെ കാണാൻ പോണമെന്നുണ്ട്. പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകാനായിട്ട് പറ്റൂല. പിള്ളേരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെങ്കിലുമൊക്കെ പോയിട്ട് കൈകൊട്ടി ചിരിച്ചിട്ടൊക്കെ വന്നേനെ. പണ്ടൊക്കെ കാലാവസ്ഥകൾ വിളിച്ചു പറയായിരുന്നു ഓണമാണെന്ന്. ഇപ്പൊ പിന്നെ കാലാവസ്ഥയ്ക്ക് പോലും വേണ്ട ഓണത്തിനെ ക്രിസ്മസിനെ ഒന്നും. പണ്ടൊക്കെ എനിക്ക് ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവം പോലെ ആയിരുന്നു. ഇപ്പൊ പിന്നെ നമുക്ക് ഉത്സവം ഇല്ല, ഉത്സാഹം ഇല്ലാത്ത അവസ്ഥയിലാണ് കേട്ടാ. ഇപ്പോഴത്തെ ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ പ്രത്യേകതകളൊന്നുമില്ല. എല്ലാ ദിവസത്തെയും പോലെ തിന്നുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു, പിള്ളേരെ നോക്കുന്നു. ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഓണത്തിനുള്ളത്. സ്പെഷ്യലായിട്ട് വേറൊന്നും ഇല്ല. അല്ലെങ്കിൽ 2 ദിവസം ആരെങ്കിലും വന്ന് ഇതുങ്ങളൊക്കെ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് പറയായിരുന്നു ഓണം അടിച്ചുപൊളിയായിരുന്നെന്ന്. പണ്ടൊക്കെ രാവിലെ എഴുന്നേറ്റ് അത്തപ്പൂക്കളമൊക്കെ ഇടാനായിട്ട് ഭയങ്കര താല്പര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ പിന്നെ നമുക്ക് ചാണകമൊക്കെ തേച്ചിട്ട് അത്തപ്പൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേർ ആ ചാണകങ്ങൾ വാരി നമ്മുടെ തേത്തെറിഞ്ഞ് കളയും കേട്ടാ. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ ഓണങ്ങൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തോന്നുന്നു കല്യാണവും പിള്ളേരും കുടച്ചക്രവും ഒന്നും വേണ്ടായിരുന്നെന്ന്. എവിടെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നാൽ മതി എന്നാണ് കേട്ടോ ഇപ്പൊ ആലോചിച്ചിരിക്കുന്നത്. എന്തോ സമയദോഷത്ത് എന്റെ പൊട്ട മനസ്സിൽ തോന്നി. ഇപ്പൊ പറഞ്ഞിട്ട് ഇനി കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം അനുഭവിച്ച് പോവാന്നുള്ളതാണ്.